അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ജീവചരിത്രം ഭാഗം 2. ശബ്ദാവതരണം അബൂ യാസീൻ കൈപ്പമംഗലം. രണ്ടാം ദിവസം മുജാഹിദ് വേദി കാലിയായിരുന്നു. ഒഴിഞ്ഞുകിടന്ന സലഫി വേദിയെ സാക്ഷിയാക്കി അന്നത്തെ പാതിരാത്രി ഷംസുൽ ഉലമ പൂനൂരിൽ പരന്നൊഴുകി. പ്രഭാഷണത്തിന്റെ മുഗ്ധതയിൽ ആവേശഭരിതരായ ജനക്കൂട്ടം ഇന്നത്തെ പോലെ തക്ബീർ ചൊല്ലുന്ന രീതി ഷംസുൽ ഉലമയുടെ സദസ്സാണ് തുടങ്ങിയതെന്ന് പറഞ്ഞവരുണ്ട്. പ്രഭാഷണാനന്തരം ഷംസുൽ ഉലമയെ പല്ലക്കിൽ കയറ്റിയാണ് തിരികെ വീട്ടിലെത്തിച്ചത്. അക്കാലത്ത് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, കോയപ്പടി അഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയവർ മാത്രമാണ് മലബാറിൽ മഞ്ചലിൽ സഞ്ചരിച്ചിരുന്നത് എന്നുകൂടി ഓർക്കുമ്പോഴാണ് കുട്ടിത്തം പൂർണ്ണമായി വിട്ടുമാറാത്ത ആ ആദർശ ഗോതയിലെ പോരാടി ആർജിച്ചെടുത്ത വ്യക്തിപ്രഭാവം ഉൾക്കൊള്ളാനാവുക. പൂനൂർ സംവാദം മലബാറിലെ സുന്നി സലഫി ബലാബലത്തിന്റെ ഗോതയിൽ സൃഷ്ടിച്ച ചലനങ്ങൾ ചെറുതായിരുന്നില്ല. അതിന്റെ ചുവട് പിടിച്ച് മലപ്പുറം, കൊണ്ടോട്ടി ഭാഗങ്ങളിൽ ഷംസുൽ ഉലമ തുടർച്ചയായി ഖണ്ഡന പരമ്പരകൾ നടത്തി. മുജാഹിദ് നേതാവായ ഉമർ മൗലവിക്കെതിരെ 8 ദിവസം തുടർച്ചയായി തൃപ്പനച്ചിയിൽ നടത്തിയ പ്രഭാഷണം ചരിത്രത്തിൽ ഇടം പിടിച്ചു. 150ഓളം പെട്രോമാക്സുകൾ 8 ദിവസം കത്തിച്ച പ്രസംഗം എന്ന ഖ്യാതി പിന്നീട് കുറെ കാലം ആ പ്രസംഗ പരമ്പരയ്ക്ക് ലഭിച്ചു. കൊണ്ടോട്ടി ഭാഗങ്ങളിൽ ആദ്യമായി നടന്ന ലൗഡ് സ്പീക്കർ പ്രഭാഷണം അതായിരുന്നു. ആളുകൾ 8 ദിവസം കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളുമായി വന്നിരുന്നു. കണ്ണ് വിടർത്തിക്കൊണ്ട് തുടങ്ങുന്ന പ്രഭാഷണങ്ങൾ അതിന്റെ ഉച്ചസ്ഥായി ഭാവത്തിലെത്തുമ്പോൾ കണ്ണുകൾ അടയുകയും ചൂണ്ടുവിരലുകൾ നീട്ടി ആംഗ്യത്തിലൂടെ ഗൗരവഭാവങ്ങൾ ഉണർത്തുകയും ചെയ്തിരുന്ന ഷംസുൽ ഉലമയുടെ യൗവനകാല പ്രഭാഷണങ്ങൾ ഇനിയും വേണ്ടത്ര കാലാത്മക പഠനങ്ങൾക്ക് വിധേയമായിട്ടില്ല. മുസ്ലിം സാധാരണ സമൂഹം ഭവ്യതയോടെ വീക്ഷിച്ചിരുന്ന പണ്ഡിതന്മാർക്കെതിരെ നിലവാരം കുറഞ്ഞ സംവേദന ശൈലി പുറത്തെടുത്ത് പ്രകോപനം സൃഷ്ടിച്ച് അവരുടെ കുലീനത്വം നശിപ്പിക്കുക എന്ന സലഫി തന്ത്രത്തിൽ പല സുന്നി പണ്ഡിതന്മാരും വശംവദരായി പോയിരുന്നു. സംവാദത്തിന്റെ മൂർധന്യ ദശയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഗ്വാദവും വാക്കേറ്റവുമാവുന്നത് അക്കാലത്ത് പതിവായിരുന്നു. അന്ന് ആ ഘട്ടത്തിൽ സമചിത്തത കൈവിടാതെ സുസ്മേര ഭാഷണം നടത്താൻ ഷംസുൽ ഉലമ പ്രകടിപ്പിച്ച അപാരമായ മാനസിക നിയന്ത്രണം സലഫികളെ തിരിച്ച് പ്രകോപിതരാക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായിരുന്നു കുറ്റ്യാടി സംവാദം. വിശ്വാസപരമായ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിയ ഷംസുൽ ഉലമയോട് പിന്നീട് കലക്കൻ ചോദ്യങ്ങളുമായി മുജാഹിദുകൾ കൊമ്പുകോർത്തു. തൊലാക്ക് 3 ഒന്നിച്ചു ചൊല്ലിയാൽ 3 തൊലാക്കും പോവുമോ, അവളെ പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നടക്കമുള്ള മൗലവി ചോദ്യങ്ങളുടെ യുക്തിശരങ്ങൾ ചില സുന്നി വിശ്വാസികൾ അങ്കലാപ്പുവരുത്തി. പക്ഷേ സംവാദം തീരാറാകുമ്പോഴേക്ക് മുജാഹിദ് ഭാഗത്തെ മൗലവിമാർ സദസ്സിന്റെ പിൻഭാഗത്തിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. സാഹസികത, നിശ്ചയദാർഢ്യം, വീക്ഷണ കൃത്യത തുടങ്ങി ഒരു നവോത്ഥാന നായകന് വേണ്ട എല്ലാ ഘടകങ്ങളിലും ഷംസുൽ ഉലമ എന്ന വാക്വിലാസത്തിൽ ലയിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അദ്ദേഹം നടത്തിയ തേരോട്ടകഥകൾ അക്കാര്യം വ്യക്തമാക്കുന്നു. ജമാഅത്ത് ഖണ്ഡനത്തിനു വേണ്ടി 3 മാസം കാസർഗോഡിലെ പ്രശസ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമായ ആലിയ കോളേജിൽ പഠിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ത്വാത്വിക സാഹിത്യങ്ങൾ വായിച്ച് ഗ്രഹിക്കുകയും ചെയ്ത അദ്ദേഹം കാണിച്ച ആവിഷ്കാര വൈഭവം അപാരമായിരുന്നു. എല്ലാ വർഷവും ആലിയ കോളേജിന്റെ പരിസരത്ത് വമ്പിച്ച ജമാഅത്ത് ആദർശ വിശദീകരണ യോഗങ്ങൾ നടന്നിരുന്നു. യാദൃശ്ചികമായി ഒരിക്കൽ പ്രഭാഷകനായി പ്രിൻസിപ്പൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. നിർണായകമായ ആ ഘട്ടത്തിൽ ഷംസുൽ ഉലമ തന്റെ വലിയ പഠനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തുറന്നു പറഞ്ഞ് തിരിച്ചു വന്നു. തൊട്ടുടനെ മലപ്പുറം ജില്ലയിലെ മൗദൂദി ശക്തി ദുർഗമായിരുന്ന പെരിന്തൽമണ്ണ, ശാന്തപുരം, പട്ടിക്കാട് ഭാഗങ്ങളിൽ ഷംസുൽ ഉലമ തുടർച്ചയായി ജമാഅത്ത് ഖണ്ഡനങ്ങൾ നടത്തി.
ഇന്ന് ജാമിയ നൂരിയയുടെ ഒരു ബ്ലോക്ക് നിലകൊള്ളുന്ന സ്ഥലത്ത് വേദി കെട്ടി ഷംസുൽ ഉലമ അന്ന് നടത്തിയ മൗദൂദി വിരുദ്ധ പ്രഭാഷണം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ചയെ സാരമായി ബാധിച്ചിരുന്നുവെന്ന് അന്നത്തെ സാഹചര്യത്തെ നേരിട്ട് വിലയിരുത്തിയ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മുമ്പിൽ മതത്തിനുള്ളിലെ വിശാല സൗകര്യങ്ങളുടെ ലിബറൽ മുഖവും അഭ്യസ്ത വിദ്യർക്ക് മുന്നിൽ സായുധ മതത്തിന്റെ തീവ്രമുഖവും പൊതുസമൂഹത്തിൽ അന്താരാഷ്ട്ര മുസ്ലിം രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒന്നിച്ചവതരിപ്പിച്ചുകൊണ്ടുള്ള ജമാഅത്തുകാരുടെ മത രാഷ്ട്രീയവും രാഷ്ട്രീയ മതവും അന്നത്തെ മലബാറിലെ അരക്ഷിത മുസ്ലിം പൊതുബോധത്തെ വളരെ ആകർഷിച്ചിരുന്നു. രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിനെ സമുദായത്തിനകത്തെ ഛിന്നഭിന്നമായ പൊതുധാര ഉൾക്കൊണ്ടുകൊണ്ട് തുടങ്ങുന്ന കാലമായതിനാൽ മൗദൂദി മതം ശക്തമായ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആദർശപരമായി ഷംസുൽ ഉലമ അവരുടെ മതരാഷ്ട്രവാദത്തെ തകർക്കുകയായിരുന്നു. അന്ന് പതിനായിരങ്ങളാണ് പട്ടിക്കാട് ഷംസുൽ ഉലമയെ ശ്രവിക്കാനെത്തിയത്. പ്രഭാഷണ മധ്യേ തുടങ്ങിയ തക്ബീർ ധ്വനികൾ പ്രഭാഷണം കഴിഞ്ഞിട്ടും ദീർഘനേരം തുടർന്നു എന്ന് പഴയ തലമുറയിൽപ്പെട്ടവർ ഓർക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കാനും വായിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.